അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയത് തന്റെ ഏത് തീരുമാനത്തിനും കൈയടിക്കാൻ സഖ്യകക്ഷികൾ എപ്പോഴും ഉണ്ടാകുമെന്നതാണ്. എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു ട്രംപിന്, അതും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ UAE-യിൽ നിന്ന്. ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് ഗൾഫ് മേഖലയെ വലിച്ചിഴയ്ക്കാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന രൂക്ഷമായിട്ടുള്ള ചോദ്യമാണ് UAE-യിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയിൽ 1.4 ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപമുള്ള ട്രംപിന്റെ കുടുംബവുമായി പോലും അടുത്ത ബിസിനസ് ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് UAE. എന്നിട്ടും ദുബായിലെ പ്രമുഖ ശതകോടീശ്വരനും വ്യവസായിയുമായ ഖലാഫ് അൽ ഹബ്തൂർ പരസ്യമായി തന്നെ വാഷിംഗ്ടണിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വലിയ അപകടത്തിന്റെ നടുവിലേക്കാണ് ട്രംപ് അവരെ തള്ളിയിട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് മറുപടിയായി ഇറാൻ ഗൾഫിലുടനീളം നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE-യെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് UAE ഈ ആക്രമണങ്ങളെ തടയുന്നുണ്ടെങ്കിലും തകർന്നു വീഴുന്ന അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും തന്നെ ചെറുതല്ല. ഇത് സുരക്ഷിതമായ നിക്ഷേപ കേന്ദ്രം എന്ന നിലയിലുള്ള ഗൾഫിന്റെ പ്രതിച്ഛായയാണ് നേരിട്ട് ബാധിക്കുന്നത്. യുദ്ധം എപ്പോഴും ബിസിനസ്സിന് വില്ലനാണല്ലോ. UAE-യുടെ സാമ്പത്തിക നട്ടെല്ലായ ട്രാവൽ ടൂറിസം മേഖലകളെ ഈ ഒരു സംഘർഷം ഇതിനോടകം തന്നെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. വിമാനത്താവളങ്ങളിൽ ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. 2022 മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് ദുബായ് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ കൂപ്പുകുത്തുന്നത്. രാജ്യത്തെ ബിസിനസ് തകരുമ്പോൾ സൗഹൃദം മാത്രം നോക്കിയിരിക്കാൻ അവർക്ക് കഴിയില്ല. UAE-യിൽ ജനജീവിതം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അണിയറയിൽ കാര്യങ്ങൾ അത്ര ശാന്തമല്ല. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനവും തകർക്കുന്ന അമേരിക്കൻ തീരുമാനങ്ങളെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നതിന്റെ ആദ്യ സൂചനയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ വാഷിംഗ്ടൺ എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ട്രംപിന് പണി ഇനിയും പാളും എന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.